attains a velocity of 54 kilometer per hour bracket 15 meter per second കൊടുത്തിട്ടുണ്ട് within 5 seconds from an initial velocity of 18 kilometer per hour. Calculate its acceleration and displacement. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു കാർ ഒരു വെലോസിറ്റി അച്ചീവ് ചെയ്യുന്നത് എപ്പോഴാണ്? 54 കിലോമീറ്റർ പെർ ഹവർ വിത്തിൻ 5 സെക്കൻഡ്. 5 സെക്കൻഡ് കൊണ്ട് 54 കിലോമീറ്റർ പെർ അവർ വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നു. ഫ്രം ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 18 കിലോമീറ്റർ പെർ അവർ. അതായത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന വെലോസിറ്റി എത്രയാണ്? 18 കിലോമീറ്റർ പെർ ഹവർ ആയിരുന്നു. അത് 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എത്രയായി മാറി? 54 കിലോമീറ്റർ പെർ ഹവർ ആയിട്ട് മാറി. നമുക്ക് ഇതിൽ നിന്ന് ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കാം. എന്തൊക്കെയാണ് തന്നത്? A car attains a velocity of 54 kilometer per hour within 5 seconds. അപ്പോൾ t തന്നു. t is equal to 5 second. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി എത്രയായിരുന്നു? 18 കിലോമീറ്റർ പെർ അവർ ആണ്. ഇവിടെ നമുക്ക് 18 കിലോമീറ്റർ പെർ അവർ വേണ്ട. നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് മതി. ഓക്കെ, പിന്നെ ഫൈനൽ വെലോസിറ്റി അതായത് കാർ നേടുന്നത് എത്രയാണ്? 54 കിലോമീറ്റർ പെർ അല്ലെങ്കിൽ 15 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയാണ് അവസാനം കാറിന് ഉണ്ടാവുന്നത്. അപ്പൊ അവസാനമുള്ളത് v. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ആക്സിലറേഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു v മൈനസ് u ബൈ t. അപ്പൊ നമുക്ക് v കിട്ടി 15, u കിട്ടി 5 ആൻഡ് t കിട്ടി എത്രയാണ്? t ഓൾസോ 5 അല്ലേ? അപ്പൊ 15 മൈനസ് 5 10. 10 by 5 is equal to 2 meter per second square ആണ് the acceleration. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? ഡിസ്പ്ലേസ്മെന്റ് കാണണം. ഡിസ്പ്ലേസ്മെന്റ് is equal to s അല്ലേ? s is equal to ut plus half at square. ഇവിടെ u എത്രയാണ്? u is equal to 5. t is equal to 5. അപ്പോൾ ut 5 into 5 plus half a എത്ര കിട്ടി നമുക്ക്? a2 ആണ് into 2 into t എത്രയാണ്? 5 സ്ക്വയർ. ഈ സ്ക്വയർ ഇടാൻ മറന്നു പോകരുത് കേട്ടോ. സ്ക്വയർ ഇടാൻ മറന്നു പോയാൽ പ്രോബ്ലം തെറ്റിപ്പോവും. ഈ 5 into 5 25 പ്ലസ് ഹാഫ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വെട്ടിപ്പോയി 1 ആണ് അല്ലേ? 1 into 5 സ്ക്വയർ. അപ്പോൾ 25 പ്ലസ് 5 സ്ക്വയർ എത്രയാണ്? 5 സ്ക്വയർ എത്രയാണ്? 25 തന്നെ. 1 into 5 സ്ക്വയർ 5 സ്ക്വയർ തന്നെ. അപ്പോൾ 25 പ്ലസ് 25 എത്രയാണ്? 50 മീറ്റർ ആണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഒന്നുകൂടെ പറയാം. ഇവിടെ നമ്മൾ എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് തന്നത് ടൈം 5 സെക്കൻഡ് തന്നു, ഇനീഷ്യൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് തന്നു, ഫൈനൽ വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ് തന്നു. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. v മൈനസ് u ബൈ t ചെയ്തിട്ട് ആക്സിലറേഷൻ നമുക്ക് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. അതിനുശേഷം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതായത് 7th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 4 ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ 4 ഗ്രാഫും തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ഗ്രാഫ് അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അപ്പൊ എല്ലാ ഗ്രാഫും എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് ചെയ്യാ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ് അല്ലെ? വെലോസിറ്റി ഡിക്രീസ് ചെയ്യാണ്. അതായത് ടൈം കൂടുന്നതിനനുസരിച്ച്, സെക്കൻഡുകൾ കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി 50-ൽ നിന്നും 0 ആവുന്നു അല്ലെ? അതായത് ഇത് എന്ത് ചെയ്യായിരിക്കും? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിൾ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അതായത് വെലോസിറ്റി ഇവിടെ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. വെലോസിറ്റി ഡിക്രീസ് ചെയ്യാണ്. 50-ൽ നിന്ന് 0 ആവുന്നു. ഈ ഗ്രാഫ് എന്താണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ടൈം എത്ര ആയാലും വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇനി ഇവിടെ ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റിയും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ എന്താണ്? ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റി ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു,
പിന്നെ ഡിക്രീസ് ചെയ്യുന്നു, വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു, വീണ്ടും ഡിക്രീസ് ചെയ്യുന്നു, വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഈ ഗ്രാഫ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് യൂണിഫോം വെലോസിറ്റി? ഇതിൽ യൂണിഫോം വെലോസിറ്റി ഏത് ഗ്രാഫാണ് കാണിക്കുന്നത്? യൂണിഫോം വെലോസിറ്റി കാണിക്കുന്ന ഗ്രാഫ് ഏതാണ്? ഇതാണ് യൂണിഫോം വെലോസിറ്റി കാണിക്കുന്ന ഗ്രാഫ്. ഗ്രാഫ് 2 ആണ്. അതായത് വെലോസിറ്റി ടൈം എത്ര സെക്കൻഡ് കൂടിയാലും വെലോസിറ്റി മാറുന്നില്ല, വെലോസിറ്റി 20 തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഗ്രാഫ് എത്രയാണ് ഇവിടെ? ഗ്രാഫ് 2 അല്ലേ? ഗ്രാഫ് 2 ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് നോൺ യൂണിഫോം ആക്സിലറേഷൻ? അപ്പൊ അത് നമുക്ക് നോക്കന്നെ വേണ്ട അല്ലേ? യൂണിഫോം അല്ലാത്ത ആക്സിലറേഷൻ എന്താണ്? ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഇതും എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഇതും എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ ആണ്. കാരണം സ്ട്രേറ്റ് ലൈൻ ഒക്കെ എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഇനി ഇതെന്തല്ല? ദിസ് ഈസ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ. സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഗ്രാഫ് 4. നാലാമത്തെ ഗ്രാഫാണ് എന്ത്? നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് ദ മോഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് സ്റ്റോൺ? ഫ്രീ ആയിട്ട് വീഴുന്ന ഒരു സ്റ്റോണിന്റെ എന്താണ്? വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് ദ മോഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് സ്റ്റോൺ? ഫ്രീലി ഫോളിംഗ് സ്റ്റോണിന്റെ മോഷൻ കാണിക്കുന്ന ഗ്രാഫ് ഏതാണെന്നാ ചോദിച്ചത്. അപ്പോൾ ഫ്രീലി ഫോളിംഗ് സ്റ്റോൺ ആണെങ്കിൽ നമുക്കറിയാം എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഒരു സെക്കൻഡിലെ വെലോസിറ്റി. അതായത് ഒരു പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് തന്നെയാണ്. ഒരു സെക്കൻഡിലെ വെലോസിറ്റി എത്രയായിരിക്കും? 10 മീറ്റർ ആയിരിക്കും. ഒരു സെക്കൻഡിലെ വെലോസിറ്റി 10 മീറ്റർ ആയിരിക്കും. അത് 2 സെക്കൻഡ് ആവുമ്പോൾ 20 മീറ്റർ ആവും, 3 സെക്കൻഡ് ആവുമ്പോൾ 30 മീറ്റർ ആവും. അപ്പൊ ഇങ്ങനെ വരുന്ന ഗ്രാഫ് ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ നോക്കുക, ഒന്നാമത്തെ ഗ്രാഫില് ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു സെക്കൻഡ് കൊണ്ട് എത്രയാണ്? 50 ആണ്. അത് 2 സെക്കൻഡ് ആവുന്ന സമയത്ത്, രണ്ടാമത്തെ സെക്കൻഡ് ഇവിടെ അല്ലേ വരിക? ഒരു സെക്കൻഡ് 2 സെക്കൻഡ് ആവുമ്പോൾ അത് എത്രയാവുന്നത്? അത് 50 അല്ല, 40ന്റെ മുകളിലാണ് വരുന്നത്. 3 സെക്കൻഡ് ആവുമ്പോഴോ അത് 40 ആ വരുന്നത്. അപ്പൊ അത് എന്തല്ല? യൂണിഫോം ആക്സിലറേഷൻ അല്ല, യൂണിഫോം മോഷൻ അല്ല. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, ഇവിടെ യൂണിഫോം മോഷൻ ആണോ? 2 സെക്കൻഡ് കൊണ്ട് 20 തന്നെ, 4 സെക്കൻഡ് കൊണ്ടും 20 തന്നെ. ഇതും എന്തല്ല? യൂണിഫോം മോഷൻ അല്ല. ഇനി ഇത് ഫ്രീലി ഫോളിംഗ് സ്റ്റോണിന്റെ യൂണിഫോം മോഷൻ അല്ല. കാരണം ഫ്രീലി ഫോളിംഗ് സ്റ്റോൺ ആണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്ര ഡിഫറൻസ് വരണം? 10 മീറ്റർ ഡിഫറൻസ് വരണം. ഓക്കെ, അപ്പൊ ഇവിടെയും അല്ല, ഇവിടെ നോക്കാം നമുക്ക്. ഇവിടെ 1 ഇവിടെ വരികയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്രയാ വരുന്നത്? 5. 2 സെക്കൻഡ് കൊണ്ട് എത്രയാ വരുന്നത്? 10. ഇനി 3 സെക്കൻഡ് കൊണ്ട് എത്രയാ വരുന്നത്? ഓക്കെ, 4 സെക്കൻഡ് കൊണ്ട് 20. അപ്പൊ ഇവിടെ നമുക്ക് നോക്ക്, ഒരു സെക്കൻഡ് കൊണ്ട് 5 വരുന്നുള്ളൂ. ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് എത്ര വരണം? 10 മീറ്റർ വരണം. അപ്പൊ ഇവിടെ 5 വരുന്നുള്ളൂ. അപ്പം ഇതുമല്ല, ഇതുമല്ല, ഇതുമല്ല. ഇനി ഇത് നമുക്കറിയാം, ദിസ് ഇസ് നോട്ട് യൂണിഫോം മോഷൻ അല്ല. ഇത് യൂണിഫോം മോഷൻ അല്ല. ഇത് കൂടെയും കുറയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു താഴോട്ട് വീഴുന്ന കല്ല്, ഫ്രീ ആയിട്ട് താഴോട്ട് വീഴുന്ന കല്ല് കുറച്ചു നേരം വേഗത്തിൽ വന്ന് പിന്നെ സ്പീഡിൽ വന്ന് അങ്ങനെ വരുമോ? ഇല്ല. അപ്പൊ ഇതുമല്ല. അപ്പൊ ഇതിന്റെ ആൻസർ ഉള്ള ഗ്രാഫ് നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് തന്നിട്ടില്ല. ഈ 4ലും അതിന്റെ ആൻസർ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ലെസണിലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ഇതുവരെ ഉള്ള എല്ലാ പ്രോബ്ലംസും ഒന്നൊഴിയാതെ ചെയ്തു കഴിഞ്ഞു. 9ാം ക്ലാസ്സിലെ ഫിസിക്സ് എന്ന സബ്ജക്റ്റിലെ രണ്ടാമത്തെ പാഠമായ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ഭാഗമാണ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇതിലെ ഓരോ ചോദ്യവും വളരെ ലളിതമായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.